ഇന്ന് ചെമ്മീൻ നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി തൊണ്ട് കളയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയൻ ഇന്നലെ വരുമ്പോൾ മേടിച്ചു കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ചെമ്മീൻ തന്നെയാണ്. അത് കാരണം പിന്നെ വൃത്തിയാക്കാൻ നല്ലതാണ് കേട്ടോ. തീരെ ചെറുതാവുമ്പോൾ തൊണ്ട് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഐസ് ശരിക്കാണ്ട് വിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്നിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് തൊണ്ട് പൊളിക്കലൊക്കെ കഴിഞ്ഞു. ഞാനിത് കുറച്ച് വിനാഗിരി ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഉരച്ചിട്ട് നല്ലപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് തിരുമ്പിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം മസാലയൊക്കെ പിടിക്കട്ടെ വെച്ചിട്ട്. പിന്നെ ഇത് ചെമ്മീൻ്റെ തലയാണ് കേട്ടോ. ഇത് നല്ലപോലെ ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടിയിട്ട് കൂട്ടി തിരുമ്പിയിട്ട് വെച്ച് ഇതൊക്കെ ഒന്ന് മസാല പിടിച്ചിട്ട് വെച്ച് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അരപ്പിലേക്കുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ നമുക്ക് പാകത്തിന് എടുക്കാവുന്ന നാളികേരം. ഞാൻ കുറച്ച് നാളികേരമാണ് എടുത്തിട്ടുണ്ട്. പിന്നെ പാലൊഴിച്ചിട്ട് വെക്കാച്ചിട്ടാണ്. എല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചിട്ട് ഞാൻ അരച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനതങ്ങനെ ചൂടാറിയതിന് ശേഷം അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാനുള്ളത് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ എടുത്തിട്ട് വറക്കാനുള്ളത് എടുത്തിട്ട് ഞാൻ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തലയും കൂടിയിട്ട് ഇത് നല്ല ചെറിയ തേയില കരിയാണ്ടിട്ടിട്ട് വറുത്തെടുത്തിട്ട് വെച്ചെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ഇതാണ് കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കരിമുരാച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാം. അപ്പോൾ അതും വറുത്ത് വാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും സവോളയും കൂടിയിട്ട് നല്ലപോലെ കൊണ്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വാടിയിട്ട് വരുമ്പോൾ കുടംപുളി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കുടംപുളിയും കൂടിയിട്ട് പിന്നെ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. അപ്പോൾ മീനൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ട് വറ്റി വരുമ്പോഴേക്കും കുഞ്ഞുവിൻ്റെ കരച്ചിൽ കേട്ട് കിടന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വരാം. കുഞ്ഞു ചെന്നപ്പോൾ കുഞ്ഞുവിന് തലമുടി 2 കൊമ്പ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊമ്പ് അഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. അതിനുള്ള കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ ഇരുന്നിട്ട് ഒരു സ്വിച്ച് കിട്ടിയിട്ടുണ്ട്. പഴയൊരു സ്വിച്ച് കിട്ടിയത് എവിടുന്നാണ് അവളെടുത്ത് കൊടുക്കുന്നത്. അവൾക്ക് ഈ പറഞ്ഞതി പുറമെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പഴയതൊക്കെ ആയിട്ട് അവളെടുത്ത് കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കൂളറിൻ്റെ സൈഡിൽ കൂളറിൻ്റെ സ്വിച്ചാന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള അങ്ക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ വരുന്നില്ല, ഇത് വെക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് സൈഡിൽ അവിടെ നിന്നിട്ട് ചെമ്മരും ചേരി നിന്നിട്ട് പെരുങ്ങുണ്ട്. അവളുടെ കലാവിരുദ്ധാണ് ഈ ചുമരും ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള അംഗങ്ങളൊക്കെ. നല്ല കുറുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. എല്ലാത്തിനും വാശി തന്നെ അങ്ങനെയാണ്. അപ്പോൾ അവളവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു, വരുന്നില്ല. ഞാൻ അപ്പോഴേക്കും അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കൂട്ടാനൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാല് നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ചെറുള്ളി ഇട്ടിട്ട് ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ച് ഇട്ട് കൊടുക്കും. കറിവേപ്പിൻ്റെ ഇല കൂടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നത് ഞാൻ നല്ല ഫ്രഷ് ഇട്ട് കൊടുത്തു. പിന്നെ ആകെ ഒരു വാടിയിട്ടിരിക്കുന്നത് കാരണം ഞാൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല കറിയാണ്. ഇങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.